കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം ചതുർത്ഥോധ്യായം 4-ാമത്തെ അധ്യായം നമ്മൾ 19 ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ എല്ലാം ലയിച്ചു കഴിഞ്ഞു. പറഞ്ഞില്ലേ നമ്മളെ അഹങ്കാരം മഹത്വത്തിൽ ലയിച്ചു, മഹത്വത്വം സത്വരജസ്തമോ ഗുണങ്ങളിൽ ലയിച്ചു, സത്വരജസ്തമോ ഗുണം മായയിൽ ലയിച്ചു, അല്ലെങ്കിൽ പ്രകൃതിയിൽ ലയിച്ചു. അത് കഴിഞ്ഞ് പ്രകൃതി എവിടുന്ന് വന്നോ, പ്രകൃതിക്ക് എവിടുന്ന് ഈ ക്ഷണം കിട്ടിയതോ എനർജി കിട്ടിയോ ആ എനർജിയിൽ തന്നെ ലയിച്ചു അല്ലേ. അങ്ങനെയാണല്ലോ സൃഷ്ടി തുടങ്ങിയത്. ഭഗവാൻ ഈക്ഷണം ചെയ്യല്ലേ. ആ ഭഗവാനെന്നോ പരബ്രഹ്മെന്നോ പരമാത്മ ചൈതന്യം എന്നോ ഒക്കെ എന്തിനു വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞാൽ എന്താണ്, ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പിന്നെ എല്ലാറ്റിനും അതീതമായിട്ടുള്ള ദേവതകൾക്കും ഒക്കെ അതീതമായിട്ടുള്ള ജനനമരങ്ങളില്ലാത്ത ആ നിത്യസത്യമായ ആ വസ്തു മാത്രമായി അല്ലേ. ഇനി ഇനി അത് കൺക്ലൂഡ് ചെയ്യാണ്. ലയ, അതായത് പ്രളയേ ലയപ്രാകൃതികോ 20 ന സ്വപ്ന ജാഗ്രന്ന ച തത്സുഷുപ്തം ന ഖം ജലം ഭൂരനിലോഗ്നിരർക്കഃ സുഷുപ്തവച്ഛൂന്യവദർപ്രതർക്യം തന്മൂലഭൂതം പദമാമനന്തി. എന്താണ്? തദ് ന സ്വപ്ന ജാഗ്രത്, അതായത് ആ ഇപ്പോൾ ബാക്കി എന്താ വന്നിട്ടുള്ള വെച്ചാൽ അത് ശരിക്കും ഇപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടില്ല അതുവരെ. അത് സ്വപ്നം ജാഗ്രത അതിനൊക്കെ അതീതവും, അതായത് സ്വപ്നത്തിനും ജാഗ്രത്തിനും സുഷുപ്തിക്കും തദ് ന സ്വപ്ന ജാഗ്രത് ന ച തദ് സുഷുപ്തം, ആ 3 അവസ്ഥകൾക്കും അതീതമാണ്. അതാണ് തുരീയാവസ്ഥ അല്ലേ. തത്ര ഖാദയോബി ന, അതിൽ പഞ്ചഭൂതങ്ങളില്ല, സൂര്യനില്ല. അപ്രതർക്യം സംസുപ്തവദ് ശൂന്യവദ്, അതായത് ഒന്നിനും വിഷയമല്ല. അപ്രതർക്യം, അതായത് തർക്കങ്ങൾക്ക്, അതായത് യുക്തിക്ക് വിഷയമല്ലാത്ത ഇന്ദ്രിയങ്ങൾക്കതീതമായ സുപ്തം പോലെയും ശൂന്യം പോലെയും ഭവിക്കുന്നു. പറഞ്ഞാൽ ഒന്നും, ആ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ, ശൂന്യമല്ല. എന്താ വെച്ചാൽ തദ് മൂലഭൂതം പദം ആമനന്തി, അത് ഈ പ്രകൃതിയുടെയും കൂടിയും കാരണമായിട്ടുള്ള പരമകാരണമാണ്. ഇപ്പോൾ എല്ലാം ലയിച്ച് 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 ഇപ്പം ഉള്ളതാണ് പരമകാരണം എന്ന്. എല്ലാ ലയം കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് പരമകാരണമാണ്. അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളും ഇല്ല. ഈ ലയിച്ച് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഇതിന് ആകാശം ജലം ഭൂമി അങ്ങനത്തെ പഞ്ചഭൂതങ്ങളില്ല, സൂര്യനില്ല. മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശ സ്വരൂപമായിട്ടുള്ള ആ ചൈതന്യമാണത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അതിസൂക്ഷ്മമാണ്, ശൂന്യമാണെന്ന് തോന്നും, പക്ഷേ എല്ലാറ്റിൻ്റെയും ശൂന്യമല്ലാത്ത പരമകാരണവും ആണ് അല്ലേ. പരമകാരണമാണ്, പരമാത്മ ചൈതന്യമാണ്. അതില്ല, ശൂന്യമൊന്നും അല്ല, വേറൊന്നും രണ്ടാമതൊന്നും എന്നേ ഉള്ളൂ. ന സ്വപ്ന ജാഗ്രന്ന ച തത് സുഷുപ്തം ന ഖം ചലം ന ഖം ചൽ ആകാശം ജലം ഭൂരനിലോഗ്നിരർക്കഃ പഞ്ചഭൂതങ്ങളില്ലാന്ന്. സുഷുപ്തവച്ഛൂന്യവദർപ്രതർക്യം, ശൂന്യ തോന്നും, കാരണം യുക്തിക്ക് നിരക്കുന്നില്ല, യുക്തിക്ക് അതീതാണ്. തന്മൂലഭൂതം ആ പരമകാരണം പദമാമനന്തി. ഇനി 21 ലയപ്രാകൃതികോ ഹ്യേഷ പുരുഷാവ്യക്തയോർ യദാ ശക്തയ സംപ്രലീയന്തേ വിപ്രശാ കാലവിദ്രുതാഃ. എന്താണ്? പുരുഷാവ്യക്തയോഹോ, പുരുഷൻ്റെയും ഈ അവ്യക്തം വെച്ചാൽ പ്രകൃതിയുടെയും ശക്തികൾ കാലവിദ്രുതാഹ, കാലത്താൽ പ്രേരിക്കപ്പെട്ടവയായിട്ട്, വിവശാഹ കാലത്തിന് അധീനനായിട്ട്, യഥാ സംപ്രലീയന്തേ എപ്പോൾ ലയിക്കുന്നുവോ തഥാ അപ്പോൾ
ഏഷ പ്രാകൃതിക ലയ, ഈ പ്രാകൃതികം എന്ന് പറയുന്നു. അതായത് ഈ പ്രകൃതി പുരുഷനും കൂടി ഇല്ലാണ്ടാവും. ആ പരബ്രഹ്മ മാത്രമായിത്തീരും. പുരുഷനാണ് പ്രകൃതിക്ക് ഈക്ഷണം കൊടുത്തതെന്ന് വയ്ക്കുക, ആ പുരുഷനും കൂടിയും ബ്രഹ്മമായിത്തീരും. ആ ഒരവസ്ഥയാണ്. അപ്പം എന്താ അതിൽ പറയണമെന്ന് വെച്ചാൽ ഈ സത്വര ആദിശക്തികളൊക്കെ, സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ കാലസ്വരൂപനാൽ പ്രേരിതങ്ങളാണ്. അവരൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ലയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ ലയിച്ചു, പ്രകൃതി പുരുഷനിൽ ലയിച്ചു. അപ്പോൾ ഈ പ്രാകൃതപ്രയം എന്ന് പറയുന്നു. അതായത് പ്രകൃതി ലയിക്കുന്നതിനാണ്. പ്രകൃതി മീൻസ് മായ തന്നെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കണേനാണ്. ഇപ്പോൾ പ്രകൃതി എന്നുള്ള വാക്ക് മായയ്ക്ക് പലപ്പോഴും ഉപയോഗിക്കാം. നമുക്ക് പ്രകൃതി എന്ന് പറയാം. പ്രകൃതി പുരുഷനിൽ ലയിച്ച് ആ പുരുഷനും പിന്നെ ആ പരബ്രഹ്മം മാത്രമായിട്ട് വർത്തിക്കണം. അതിനാണ് പ്രാകൃതപ്രയം എന്ന് പറയണതാണ്. അതായത് പ്രകൃതി കൂടി പുരുഷനിലോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രകൃതിയുടെയും കൂടി ലയം ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിന് പ്രാകൃതപ്രളയം എന്ന് പറയുന്നത്. ലയപ്രാകൃതികോ ഹ്യേഷ പുരുഷ വ്യക്തമയോർ യഥാ ശക്തയ സംപ്രലീയന്തേ വിവശാഹ കാലവിദ്രുതാഹ. അതായത് കാലസ്വരൂപന അധീനനാണ് എല്ലാവരും. മായയും പ്രകൃതിയോ എന്താ വെച്ചാൽ എല്ലാം കാലസ്വരൂപന അധീനരായിട്ട് എല്ലാം ലയിക്കുന്നു, പ്രകൃതി അടക്കം. അതുകൊണ്ട് പ്രാകൃതപ്രളയം. ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വാവ്യതിരേകാഭ്യ ആദ്യന്തവദവസ്തു യദ്. അപ്പോൾ ഇതിനെന്താ പറയുക വെച്ചാൽ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ, ബുദ്ധി ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്നീ രൂപത്തിൽ തദാശ്രയം ജ്ഞാനം, അവയ്ക്ക് ആശ്രയമായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനാണ് പ്രകാശിക്കുന്നത്. ഇപ്പോൾ പ്രകാശിക്കണത് എന്ത് മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾക്കും എല്ലാം ആശ്രയമായിട്ടുള്ള, പറഞ്ഞില്ലേ 12ാം സ്കന്ധത്തിൽ ആശ്രയമാണ് പറയണത്. ഈ കാണുന്ന എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ള ആ ജ്ഞാനം തന്നെയാണ് ഇപ്പോൾ. അത് മാത്രമേ ഉള്ളൂ, പ്രകാശിക്കുന്നുള്ളൂ, രണ്ടാമതൊന്നില്ല. യദ് ആദ്യന്തവത്, ആദിയും അന്തവും ഉള്ള തത് ദൃശ്യത്വാവ്യതിരേകാഭ്യ. ഈ ദൃശ്യപ്രപഞ്ചത്തിന് ഒരു ആദ്യവും അവസാനവും ഉണ്ട്. അതാണ് ആദ്യന്തവത്, ആദ്യവും അവസാനമുള്ള തത് ദൃശ്യത്വാവ്യതിരേകാഭ്യം. ആ ദൃശ്യപ്രപഞ്ചം ആദ്യം അന്തമുണ്ട്, അത് മുഴുവൻ ദൃശ്യമായതുകൊണ്ടും ഈ പരമമായ കാരണത്തെ, അതാണ് അവസ്തു. അതായത് എന്താ പറയുക വെച്ചാൽ ഈ ആദ്യം അവസാനമുള്ള ഈ ദൃശ്യപ്രപഞ്ചം വെറും ദൃശ്യമാണ്. അത് ആ പരമകാരണത്തെ വിട്ടിട്ട് അതിനൊരു സ്വയം എക്സിസ്റ്റൻസ് ഇല്ല. ഇത് അതായത് ആ പരമകാരണം വലിഞ്ഞാൽ ആ പരമകാരണത്തിൽ നിന്നുണ്ടായ കാര്യമാണ് പ്രപഞ്ചം. ആ കാര്യമില്ലാതെയാവും. അതായത് ഈ കാര്യത്തിന് അഥവാ പ്രപഞ്ചത്തിനെ കാര്യം എന്ന് പറയും. ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം കാരണം, പ്രപഞ്ചം കാര്യം. അപ്പോൾ ആ പരമകാരണം ഇല്ലെങ്കിൽ ഈ കാര്യത്തിന് തന്നെ ഒരു നിലനിൽപ്പില്ലാന്ന്. കാരണം അതിൽ നിന്ന് മാറ്റിയാൽ കാര്യം ഇല്ല പിന്നേന്ന്. ഏതുപോലെ സ്വർണം മാറ്റിയാൽ സ്വർണ്ണാഭരണം ഉണ്ടോ? അതുപോലെയാണ് കാരണം മാറ്റിയാൽ കാര്യം ഇല്ല. കാര്യം വെച്ചാൽ ഈ പ്രപഞ്ചം. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അത് വെറും ശരിക്കും കയറിൽ പാമ്പ് കണ്ടു എന്നുള്ള പാമ്പിനെ കാണും. ആ പാമ്പല്ല എന്ന് ബോധ്യം വന്നാൽ പിന്നെ കയറ് മാത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് സ്വർണം മാറ്റിയാൽ ആഭരണം ഇല്ല. അതുപോലെയാണ് കാരണം മാറ്റിയാൽ കാര്യമില്ല. അതാണ് പരമകാരണം. അത് മാത്രമേ ഉള്ളൂ ശരിക്ക്. പക്ഷെ വിവിധ നാമരൂപങ്ങളിൽ നമ്മൾ കാണുകയാണ്, പ്രപഞ്ചമായിട്ട് കാണപ്പെടുകയാണ്. അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വാവ്യതിരേകാഭ്യാം ആദ്യന്തവത് വസ്തു യദ്.
അതാണ് നമ്മളതിൽ അറിയേണ്ടതേ. ഇനിയുള്ള ശരിക്കിപ്പോൾ ഇനിയാണ് ശരിക്കും ആത്യന്തിക പ്രളയം എന്താണെന്ന് പറയണത്. ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ജ്ഞാനം ഉദിക്കലാണ്. അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രളയം. ഇപ്പം നമ്മൾ കണ്ട പ്രാകൃത പ്രളയം ആത്യന്തിക അല്ല. എന്താ കാരണം അറിയോ, പ്രാകൃത പ്രളയം കഴിഞ്ഞു, ഒന്നുമില്ല, ശരിയാണ്, ബ്രഹ്മം മാത്രം. പക്ഷേ ആ ബ്രഹ്മത്തിന് ഇനിയും ലീലകളാടണമെന്ന് തോന്നിയാൽ ആദ്യേ പുരുഷനായിട്ട് ഈ പ്രകൃതിയെ ഈക്ഷണം ചെയ്യും. പ്രകൃതി പിന്നെയും തുടങ്ങും. ഏതാ സൃഷ്ടി സ്ഥിതി സംഹാരം പിന്നെയും ഉണ്ടാവും. അപ്പോൾ അതിന് അതായത് ഇനിയും ഉണ്ടാവാം. പക്ഷേ ഇനി പറയാൻ പോണത് ആത്യന്തിക പ്രളയം എന്താ. ആത്യന്തിക പ്രളയോ, ഏതൊരാത്മാവിനും ജീവാത്മാവ് ആയിട്ടുള്ള ആ അനുഭവം വിട്ട് ഞാൻ പരമാത്മാവാണെന്നുള്ള അനുഭവം എപ്പോൾ ഉണ്ടാവണോ പിന്നെ ഈ ജഗത്ത് ഒരിക്കലുമില്ല പിന്നെ. അതുകൊണ്ടാണ് അതിന് ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ. വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പോൾ ഇനി ശരിക്കും പറയാച്ചാൽ 22 തൊട്ട് 12 ശ്ലോകം കൊണ്ട് ഈ ആത്യന്തിക പ്രളയമാണ് പറയണത്. അതായത് ബ്രഹ്മസാക്ഷാത്കാരം എന്നർത്ഥം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം ആത്യന്തിക പ്രളയത്തിന്. അതായത് ഈ പറഞ്ഞില്ലേ നമ്മൾ, ആ കാരണം മാറ്റിയാൽ കാര്യം ഇല്ലാണ്ടേവില്ലേ, അതേപോലെയാണ് നമ്മൾ ഈ ബോഡിയെന്ന് വിചാരിക്കൊണ്ടാണ് ഈ മനസ്സിൻ്റെയാണ് ഈ സങ്കല്പമാണ് ഈ ലോകം മുഴുവനേ. മനസ്സടങ്ങിയാൽ എന്നിട്ട് നമ്മൾ ആത്മാവാന്ന് ബോധ്യം വന്ന നിമിഷം നമുക്ക് പിന്നെ ഒരിക്കലും ഇല്ലയെന്ന് ഈ ലോകം ആത്യന്തികം തന്നെയാണത്, അൾട്ടിമേറ്റ് ആണെന്ന്. വളരെ ഇനിയുള്ളതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉൾക്കൊണ്ട് അനുഭവമാവാൻ ഭഗവത് അനുഗ്രഹം വേണം. പക്ഷേ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ വായിച്ചു ഒരു ദിക്കിൽ, അതും നൊച്ചൂർജിയും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പുരുഷപ്രയത്നം കൊണ്ട് നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം. പക്ഷേ ആ ജ്ഞാനം അനുഭവമാകണമെങ്കിൽ പുരുഷപ്രയത്നം കൊണ്ട് പറ്റില്ല. ഭഗവത് കൃപ മാത്രമാണത്ര അതിനാധാരം, ആശ്രയം. ഭഗവത് കൃപ മാത്രമാണ് നമുക്ക് ഈ അറിഞ്ഞ കാര്യം തന്നെ അനുഭവമാവണമെങ്കിൽ പുരുഷപ്രയത്നം കൊണ്ട് സാധിക്കില്ല, ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം. അപ്പോൾ നമുക്കിപ്പോൾ പറ്റുന്നത്, ഇപ്പം നമുക്ക് തോന്നുന്നതുണ്ടല്ലോ, നമ്മൾ ഈ ജഗത്തൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നണതൊക്കെ അജ്ഞാനം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക നമുക്ക്. എന്നിട്ട് എനിക്ക് എപ്പോഴാണ് ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവണം, അപ്പം എനിക്ക് ഇതൊക്കെ സ്വപ്നമായിട്ട് തോന്നും എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ജ്ഞാനം ഭഗവാൻ തന്നെ നമുക്ക് സമയം വരുമ്പോൾ അനുഭവമാക്കി തരട്ടെ. അപ്പം നമ്മളിപ്പോൾ ശ്രമിക്കുന്നതൊക്കെ അതറിയാനാണ്. ആ അറിവ് അനുഭവമാവാൻ ഭഗവത് സാന്നിധ്യം, ഭഗവത് അനുഗ്രഹം വേണം. അപ്പോൾ നമുക്ക് നോക്കാം. 23 ബുദ്ധീന്ദ്രിയാർത്ഥ രൂപേണ, അത് വായിച്ചു അല്ല, 22 വായിച്ചു. ഇനി 23 ദീപചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേദ് ഏവം ധീഹി ഖാനി മാത്രാശ്ച ന സുരന്യതമാദൃതാദ്. ദീപഃ ചക്ഷുശ്ച രൂപം ച എന്താണ്? ദീപവും അതായത് വിളക്കും, ചക്ഷുസ് കണ്ണും, രൂപവും, ച ജ്യോതിഷഃ അതായത് ആ കത്തുന്ന ആ ജ്യോതിയിൽ നിന്ന് പൃഥക് ന ഭവേത് വേറിട്ടല്ല. ഏവം ധീഹി ഖാനി മാത്രാശ്ച അതേപോലെ തന്നെയാണ് ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഈ ബ്രഹ്മത്തിൽ നിന്ന്, അതായത് നമുക്കിപ്പോൾ ഉള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും അതായത് ലോകവും ബുദ്ധി ഇന്ദ്രിയങ്ങളും ഒക്കെ ശരിക്ക് ബ്രഹ്മം തന്നെയാണ്. ഏതുപോലെ എന്താ പറയുക, ഒരു ദീപം അതിൻ്റെ ഒരു വിളക്കിൽ നിന്ന് വിളക്കിൻ്റെ തെളിച്ചത്തിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ വിളക്ക്. അതുപോലെ നമ്മുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒക്കെ ഈ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഈ ലോകം
ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അതായത് സ്വർണത്തിൽ നിന്ന് വേറെയല്ല സ്വർണ്ണാഭരണങ്ങൾ. സ്വർണം തന്നെയാണ്, നാമരൂപങ്ങളേ ഉള്ളൂ എന്ന്. അതന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് കാര്യം, അതായത് ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം സത്യമല്ല, പക്ഷെ അതിൻ്റെ കാരണം സത്യമാണ്. നമ്മൾ കാണുന്ന സ്വർണ്ണാഭരണങ്ങൾ സത്യമല്ല. കുറച്ച് കാലത്തൊക്കെ ഉണ്ട് അത് ഒരിക്കലും ആദ്യം സ്വർണം തന്നെയാവും. ശരിക്കും അതിൽ സത്ത സ്വർണമേ ഉള്ളൂ, മറ്റതൊക്കെ അസത്താണ്. ഏത് ആഭരണങ്ങളായി കാണുന്നു എന്നുള്ളതൊക്കെ കുറച്ച് കാലത്തേക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അസത്ത, നിത്യമല്ല. അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയൊക്കെ ഉണ്ട്, കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ ഇല്ലാണ്ട് പോകും. അപ്പം ശരിക്കും ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അതായത് കാരണം മാത്രമേ ശരിക്ക് സത്യമായിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഈ കാര്യം അല്ലെങ്കിൽ പ്രപഞ്ചം സത്യമല്ല. കുറച്ച് ദിവസത്തേക്ക് ഒരു നീർപ്പോള പോലെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിലത്തെ ബബിള് പോലെയാണ്. ബബിളുണ്ട്, വെള്ളം തന്നെയാണ് ഇതിനും ബബിള്. കുറച്ച് കഴിഞ്ഞാൽ പൊട്ടി വെള്ളമാവുമല്ലോ, അതുപോലെ ഉള്ളൂന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ നോക്കണത്. വളരെ വിഷമാണ് നമുക്കത് മനസ്സിലാക്കാൻ. അതായത് പരമകാരണമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഇവിടെ പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു സത്യം ഇല്ല. എന്താണെന്ന് വെച്ചാൽ വെളിച്ചവും കണ്ണും രൂപവും ഒക്കെ അതിന് കാരണമായിട്ടുള്ള ആ അഗ്നിയിൽ നിന്ന് വ്യത്യാസമല്ലാണ്. അതായത് അഗ്നി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അഗ്നി ഇല്ലെങ്കിൽ വെളിച്ചമില്ല, ആ വെളിച്ചത്തിനെ കാണാൻ പറ്റില്ല, അതിൻ്റെ ചൂടില്ല, അല്ലേ? ആ ഫ്ലെയിമിൻ്റെ രൂപം അപ്പുറത്തെ സ്റ്റൗ. ഇപ്പം ഞാൻ പറയാം, ഒരു വിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്, അത് നല്ലതായിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ആ വിളക്ക് കത്തുന്ന സമയത്ത് അതിന് ഒരു തിരി കത്തുക എന്ന് വെച്ചോളൂ. അതിന് ആ തിരി കത്തുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പിന്നെ അതിൽ നിന്ന് കുറച്ച് ചൂട് കിട്ടുമല്ലോ, അതിൽ നിന്ന് പ്രകാശം കിട്ടും. അതാണ് നമ്മൾ കാണണതേ. അപ്പോൾ ആ വിളക്കങ്ങോട്ട് കെട്ടുകഴിഞ്ഞാൽ ഇപ്പം കണ്ട ആ രൂപമില്ല, അല്ലേ? ആ നാളത്തിൻ്റെ രൂപമില്ല, അതിൻ്റെ അടുത്ത് ചൂടില്ല, വെളിച്ചമില്ല, നമുക്ക് കാണാനും ഇല്ല. അപ്പോൾ തേജസ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ആ വിളക്ക് കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ആ ഒരു ഷേപ്പ് കാണാം, പക്ഷേ വിളക്കില്ലെങ്കിൽ ഒന്നുമില്ല. അതുപോലെയാണ് ബ്രഹ്മം പലതായിട്ട് ഇവിടെ പ്രകാശിച്ച് നിൽക്കുകയാണ്. അതിന്ന് ബ്രഹ്മം ഇങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും ബ്രഹ്മമേ ഉള്ളൂ, മറ്റേ തോന്നുകയാണ്. ശരിക്കും എനിക്ക് മണ്ണിൻ്റെയും ആ സ്വർണത്തിൻ്റെയും വളരെ നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അല്ലെങ്കിൽ വെള്ളത്തിലത്തെ ബബിളും നല്ല ഉദാഹരണമാണ്. സ്വർണം കൊണ്ട് വളയും മാലയും ഒക്കെ ഉണ്ടാക്കി, പക്ഷേ അതിന്ന് സ്വർണം മാറ്റിയാൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. സ്വർണം തന്നെയാണത്, പക്ഷെ നമുക്ക് തോന്നുകയാണ് വളയാണെന്ന്. ശരിക്കും സ്വർണ്ണമാണ്. സ്വർണം തന്നെയാണെങ്കിൽ നമുക്ക് തോന്നുകയാണ്. അതുപോലെയാണ് ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്, പക്ഷേ വിവിധ നാമരൂപങ്ങളാണ്. അതിന്ന് ബ്രഹ്മം മാറ്റിയാൽ, അതായത് എല്ലാം ആ പരമകാരണത്തിനെ ആശ്രയിച്ചിട്ടാണ്. നോക്കൂ, സ്വർണ്ണാഭരണങ്ങൾ സ്വർണത്തിനെ ആശ്രയിച്ചിട്ടല്ലേ. അതുകൊണ്ടാണ് ആശ്രയം എന്ന് പറഞ്ഞത്. ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ മാറ്റിയാൽ പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ സ്വർണം മാറ്റിയാൽ സ്വർണ്ണവളയ്ക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ? പിന്നെ സ്വർണ്ണവള എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സ്വർണ്ണവള ഇല്ല പിന്നെ. അതുപോലെ പരമകാരണമായ ബ്രഹ്മം മാറ്റിയാൽ ഇവിടെ ജഗത്തില്ല. അപ്പോൾ ഈ ജഗത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് അസത്താണെന്ന്. സത്തില്ല അതിൽ. സത്ത് ശരിക്കും ബ്രഹ്മമാണ്. അതാണതിൽ പറയാൻ ശ്രമിക്കണത്. അതായത് ഇങ്ങനെ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെ ബ്രഹ്മത്തിനെ മാത്രം ആശ്രയിച്ചിട്ട് വിളങ്ങുന്നതാണ്. ശരിയല്ലേ? മരിച്ച് കിടക്കുന്ന ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കോ? ബുദ്ധി പ്രവർത്തിക്കോ? ബ്രഹ്മം പോയി, അല്ലെങ്കിൽ ചൈതന്യം പോയി. അതാണ് ഇതിൽ പറയാൻ നോക്കണത്. എനിക്കറിയില്ല, എനിക്കതൊക്കെ പറയാനുള്ള. എങ്ങനെയായാലും ഭഗവാനെ, ഞാൻ ഇതിൽ വാക്കിൻ്റെ അർത്ഥം പറയാൻ ശ്രമിക്കുന്നു തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ബുദ്ധീന്ദ്രിയ അത് കഴിഞ്ഞു അല്ലേ? ദീപചക്ഷുശ്ച അസൽ ഒരു ഉദാഹരണം ഭഗവാൻ ഇങ്ങനെ വ്യാസമഹർഷി പറയേണ്ട സുഖബ്രഹ്മർഷിയിൽ കൂടെ അല്ലേ? ഇനി ബുദ്ധനെ അസത്താവുമ്പോൾ
പിന്നെ ആ ബുദ്ധി കൊണ്ട് തോന്നുന്ന അവസ്ഥകൾ സത്തല്ലേ. ഞാൻ അതാ പറയണേ. ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോച്യതേ മായാമാത്രമിതം രാജൻ നാനാത്വം പ്രത്യഗാത്മനി. അതല്ലേ പിന്നത്തെ? അതെ. എന്താണ്? ജാഗരണം സ്വപ്ന സുഷുപ്തി ഇതി. സ്വപ്നം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിവ അത് തമ്മിലുള്ള വ്യത്യാസം. ജാഗ്രത, നമുക്ക് ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തി ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ബുദ്ധേഹേ, ബുദ്ധിയുടെ ധർമ്മമാണ്. ബുദ്ധേഹേ ഉച്ചത മീൻസ് അത് ബുദ്ധിയുടെ ധർമ്മമാണ്. ബുദ്ധി ഉള്ളപ്പോഴാണ് നമുക്ക് ഇത് ജാഗ്രതാണ്, സ്വപ്നമാണ്, സുഷുപ്താണ് അനുഭവമാവണത്. അതായത് ഹേ രാജൻ, അതായത് മഹാരാജാവേ, പരീക്ഷിത മഹാരാജാവേ, പ്രത്യേകാത്മനി നാനാത്വമിതം മായാമാത്രം. രാജാവേ, ഈ പ്രത്യേകാത്മാവിൽ, അതായത് ജീവാത്മാവിൽ എന്ത് നാനാത്വം, അതായത് ജാഗ്രതയിലൊരു ശക്തി, സ്വപ്നത്തിലൊരു ശക്തി. എന്താ നമ്മൾ പറയുക? ജാഗ്രത ശക്തി വിശ്വൻ എന്ന് പറയും, സ്വപ്നത്തിലത്തെ തൈജസ് ആത്മാവ് അല്ലേ, സുഷുപ്തിയിൽ പ്രാജ്ഞൻ. ഇതുള്ള ഭേദം നമുക്ക് അജ്ഞാനം കൊണ്ടാണെന്ന്. അതായത് നമുക്ക് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകളൊക്കെ മായയുടെ ഉള്ളിലേ ഉള്ളൂ. ശരിക്കും തുരീയാവസ്ഥ മാത്രമേ ഉള്ളൂ. അതാണ് പറയണത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും അതിൻ്റെയൊക്കെ പിന്നെ എന്താണ്, പിന്നെ ഈശ്വരനായിട്ടുള്ള വിശ്വൻ തൈജസൻ പ്രാജ്ഞ എന്ന് പറയപ്പെടുന്ന ആ അവസ്ഥയുടെ അഭിമാനികളും ഒക്കെ അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് നമ്മൾക്ക് തോന്നണതാണ്. അതായത് ബുദ്ധിയിൽ നമുക്ക് വരുന്ന ബുദ്ധി, പിന്നെ പറഞ്ഞില്ലേ, ബ്രഹ്മം പോയ ബുദ്ധി പോയി ഇല്ലേ, ചൈതന്യം പോയ ബുദ്ധി പ്രവർത്തിക്കില്ലേ പിന്നെ. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ തന്നെ രൂപമാണ് ബുദ്ധി. ഇല്ലാതെ ആ സമയത്ത് ഈ നമുക്ക് ഈ 3 അവസ്ഥകളൊന്നും അറിയില്ല. നമ്മൾ മരിച്ചു കിടക്കുന്ന ആളൊക്കെ ജാഗ്രത ഉണ്ടോ, സ്വപ്നം ഉണ്ടോ, സുഷുപ്തി ഉണ്ടോ? ഒരൊറ്റ കിടപ്പല്ലേ ഉള്ളൂ, ഉണർന്നിരിക്കുന്ന സമയമില്ല. ആ ചൈതന്യം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ അവസ്ഥകളില്ലാതെ ആകുമ്പോൾ അവസ്ഥയെ അഭിമാനിക്കണ ആ ആത്മാവും അവിടെ ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ട് ശരിക്ക് പറയുക വെച്ചാൽ നമ്മളെ ആ പരമാത്മാവ് മാത്രമേ സത്യമുള്ളൂ. ആ ജീവാത്മാവ് ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം ഒന്നുതന്നെയാണ് ജീവാത്മാവും പരമാത്മാവും. പക്ഷേ നമ്മൾ പരമാത്മാവെന്ന് മാറിയിട്ടേ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലമാണ് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയൊക്കെ ഉണ്ടാവണത്. അത് എപ്പോൾ നമുക്ക് ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവണോ അന്ന് പിന്നെ ജാഗ്രതയും ഇല്ല, സ്വപ്നവും ഇല്ല, സുഷുപ്തി ഇല്ല. ബുദ്ധി പോലും മാറി നിൽക്കുകയാണ്, ആ ആത്മാവിൽ നിന്ന് അന്യമാണ്. കാരണം ആത്മാവ് വലിഞ്ഞാൽ ബുദ്ധി ഉണ്ടോ? മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ എന്തെങ്കിലും പ്രവർത്തിക്കോ ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നമുക്കിത് ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ അജ്ഞാനം കൊണ്ടാണ്. ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും എല്ലാം അനുഭവപ്പെടുന്നതും അതിൻ്റെ അഭിമാന ദേവതകളായിട്ട് വിശ്വൻ, തേജസൻ, പ്രാജ്ഞൻ, അതൊക്കെ നമുക്ക് അജ്ഞാനം, അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് തോന്നണതാണ് എന്നാണ് ഇതിൽ പറയണത്. വളരെ നന്നായിട്ട് പറയുകയാണ്. ഈ പ്രത്യേകാത്മനി, അത് പറഞ്ഞില്ലേ, ഹേ ഭഗവാനെ, ഈ പ്രത്യേകാത്മാവിൽ ഈ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നുള്ള ഭേദമൊക്കെ വെറും നമ്മുടെ അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ്. നമ്മളങ്ങോട്ട് ഇത് ചെയ്യാണ്, എന്താ പറയുക, സൂപ്പർ ഇമ്പോസ് ചെയ്യാണ് ശരിക്കുള്ള ആത്മാവിലേ. അപ്പം പിന്നെ നമുക്ക് അതേ അറിയുള്ളൂ. ഇപ്പം കയറിൽ പാമ്പിനെ ഇങ്ങോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ പിന്നെ പാമ്പിനെ തന്നെ കാണുള്ളൂ. പാമ്പല്ലാന്ന് ബോധ്യമാവണ വരെ നമ്മൾ പേടിച്ചിരിക്കും, പാമ്പന്നെ വിചാരിക്കുക, അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതേപോലെയാണ് ഈ പ്രത്യേകാത്മാവിനെ നമ്മൾ ജീവാത്മാവിനെ ഇങ്ങോട്ട് അപ്പൊക്കെ നമുക്ക് ശരിയായി തോന്നുകയാണെന്നാണ് പറയണത് കേട്ടോ. ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോച്യതേ മായാമാത്രമിതം രാജൻ
നാനാത്വം പ്രത്യഗാത്മനി. ഈ നാനാത്വം തോന്നുന്നത് മുഴുവൻ അവിദ്യ കൊണ്ടാണ്. തഥാ യഥാ ജലധരാ വ്യോംനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ്യുദയാപ്യയാത്. നോക്കാം. വ്യോംനി ആകാശത്തിൽ, ജലധര മേഘങ്ങൾ, യഥാഭവന്തി ഏതുവിധം ഉണ്ടാകുന്നുവോ, തഥാ യഥാ ന ഭവന്തി ഏതുവിധം ഉണ്ടാകുന്നില്ലയോ, തഥ അതുപോലെ അവയവി ഇതം വിശ്വം അവയവങ്ങളോട് കൂടിയ ഈ ജഗത്ത് ഉദയാപ്യയാത് ഉണ്ടായി നശിക്കുന്നത് കൊണ്ട് ബ്രഹ്മണി കൽപ്പിതം ബ്രഹ്മത്തിൽ കൽപ്പിക്കപ്പെടുന്നു. എന്താണ് പറയണച്ചാൽ ആകാശത്തിൽ എങ്ങനെയാണ് അതെ ആകാശത്തിൽ മേഘങ്ങൾ വരുണു പോണു, അതുപോലെ തന്നെയാണ് ഈ ജഗത്ത് ആത്മാവിലിങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുക, വന്നും പോയും കൊണ്ട് പിടിക്കുന്നു. അതായത് ഇത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാണ്. അതായത് ഈ ജഗത്തിനൊരു ആദ്യമുണ്ട് അല്ലേ? സൃഷ്ടി തുടങ്ങുമ്പോൾ ജഗത്തിനൊരു തുടക്കമുണ്ട്, അവസാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയാക്കാം അത് സത്യമല്ല എന്ന്. സത്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ? എന്നും ഉള്ളതാണ്. അപ്പോൾ തുടക്കവും അവസാനവും ഉണ്ട്, കുറച്ച് കാലത്തേക്കേ ഉള്ളൂ എന്നുള്ളത് അസത്യമാണ്. ബ്രഹ്മം സത്യമാണ്. എന്താ വെച്ചാൽ എന്തിനൊക്കെയാണ്, ഏത് വസ്തുവിനാണ് പല പല ഘടകങ്ങളുള്ളത്, അതൊക്കെ സത്യമല്ലാത്തതാണ്. അതായത് ഉണ്ടാവുക നശിക്കുക എന്നുള്ള ഉണ്ടാവുക, കുറച്ച് കാലം എക്സിസ്റ്റ് ചെയ്യുക, നശിക്കുക എന്നുള്ളത് ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഏതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ജഗത്തിൻ്റെ ഉത്ഭവവും സ്ഥിതിയും സംഹാരവും? അതേ ശരിക്കുള്ളതായിട്ടുള്ളൂ. നമ്മുടെ സെയിം മണ്ണ് മാത്രമേ ശരിക്കുള്ളൂ. കുറച്ച് കാലത്തേക്ക് മൺപാത്രമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞു അത് പൊട്ടി ആദ്യം മണ്ണായി, അതുപോലെ ഉള്ളൂ എന്ന് പറയണം. അതന്നെയാണ് പിന്നെയും പറയണം. അതായത് ഉത്ഭവിക്കുകയും സ്ഥിതി ചെയ്യുകയും നശിക്കുകയും ചെയ്യണതൊന്നും സത്യമല്ല. ഇപ്പോൾ മണ്ണിൽ നിന്ന് നമ്മൾ ഒരു പാത്രം ഉണ്ടാക്കി, അത് കുറച്ച് കാലം ഉപയോഗിച്ചു, പൊട്ടി, അതാദ്യം മണ്ണായി. അതുപോലെയാണ് ബ്രഹ്മത്തിനെ ആശ്രയിച്ച് ജഗത്ത് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ദിവസം ഉണ്ടാ തോന്നുന്നു, നശിച്ചു. അപ്പം അത് ബ്രഹ്മം തന്നെയാണ്. മണ്ണ് മാറ്റിയാൽ മൺപാത്രമില്ല, സ്വർണം മാറ്റിയാൽ സ്വർണ്ണാഭരണങ്ങളില്ല, ബ്രഹ്മം മാറ്റിയാൽ ജഗത്തില്ല. അതന്നെ. അപ്പോൾ അതന്നെ പിന്നെയും പറഞ്ഞ് ഉറപ്പിക്കുകയാണ് കേട്ടോ. എന്താ പറയണം ഭഗവാൻ വെച്ചാൽ പരമാശ്രയമായിട്ടുള്ള ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം ആ കാരണം മാറ്റിയാൽ ഇല്ലാത്തതാവും എന്ന് നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് 25 വായിച്ച് നിർത്താം. യഥാ ജലധരാത് വ്യോംനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ്യുദയാപ്യയാത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.